ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. നിങ്ങളൊക്കെ 10ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ? ഓക്കെ. പലരും ട്യൂഷനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാകും, ടെസ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ചാപ്റ്ററൊക്കെ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കുറച്ചൊക്കെ ബോധ്യമുണ്ടായിരിക്കും അല്ലേ? സോ നമുക്കിന്ന് മുതൽ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ തുടങ്ങണം. ആദ്യമേ തന്നെ നമുക്ക് കൂട്ടത്തിലെ കൊമ്പനെ തന്നെ കൂട്ടിലാക്കാം. മാത്തമാറ്റിക്സ് ആദ്യത്തെ ചാപ്റ്റർ ഏതൊക്കെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികൾ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് സംഖ്യാശ്രേണികൾ എന്താണെന്ന് പഠിക്കണം. നമ്പർ സീക്വൻസ് ടെസ്റ്റ് നോക്കിയാൽ ടെസ്റ്റിൽ ആദ്യം നമുക്ക് കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3. നാച്ചുറൽ നമ്പേഴ്സ് അറിയാലോ, എണ്ണൽ സംഖ്യകൾ 1, 2, 3. ബാക്കി നമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കും? നമുക്കറിയാം 3 കഴിഞ്ഞാൽ 4 ആണ്. അടുത്തത് 5, 6. സിമ്പിൾ. നെക്സ്റ്റ് നോക്കി ഈവൻ നമ്പർ. ഈവൻ നമ്പേഴ്സ് എന്താണ്? ഇരട്ട സംഖ്യകൾ 2, 4, 6. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 വെച്ച് കൂടി പോകുന്ന നമ്പറാണ്. 2ൽ തുടങ്ങിയിട്ട് 2 വീതം കൂടി പോകുന്ന നമ്പറുകൾ. അപ്പോൾ അടുത്ത നമ്പർ 8, അടുത്തത് 10, അതിൻ്റെ അടുത്തത് 12. നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 1, 3, 5. അടുത്ത നമ്പർ ഏതാണ്? 7. 1ൽ തുടങ്ങിയിട്ട് 2 വീതം കൂടി പോകുന്ന നമ്പേഴ്സാണ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ പകുതികളാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഒന്നാമത്തെ എണ്ണൽ സംഖ്യ ഏതാണ്? 1. 1ൻ്റെ പകുതി ഏതാണ്? അര. ഇതാ ഫസ്റ്റ് കിടക്കുന്ന നമ്പർ 1/2, അര. പിന്നെ അതിനോട് അര കൂട്ടി എഴുതിയിരിക്കുകയാണ് 1. അതായത് 2ൻ്റെ പകുതിയായ 1. ആദ്യം എഴുതിയത് 1ൻ്റെ പകുതിയായ അര, രണ്ടാമത് 2ൻ്റെ പകുതിയായ 1, മൂന്നാമത്തേത് 3ൻ്റെ പകുതിയായ 1/2. അതായത് എണ്ണൽ സംഖ്യകളുടെ പകുതിയാണ് എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത നമ്പർ എന്തായിരിക്കും? 3ൻ്റെ പകുതി വരെ നമ്മൾ എഴുതി. അടുത്തത് ഇനി 4ൻ്റെ പകുതി ആയിരിക്കും, അതായത് 2 ആയിരിക്കും. അടുത്തത് 5ൻ്റെ പകുതി എത്രയാണ്? 2.5. ഇത് അടുത്ത ഒരു സ്ക്വയർ ഓഫ് നമ്പേഴ്സ്, സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് കിടപ്പുണ്ട്. 1, 4, 9. അവിടുത്തെ റോൾ എന്താണെന്ന് നോക്കിയേ. സ്ക്വയറാണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 2ൻ്റെ സ്ക്വയർ 2 × 2 4. 3ൻ്റെ സ്ക്വയർ 3 × 3 9. അത് 3 കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 4ൻ്റെ സ്ക്വയർ 4 × 4 16. നെക്സ്റ്റ് 5ൻ്റെ സ്ക്വയർ 5 × 5 25 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള നമ്പറുകളുടെ മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്പർ സീക്വൻസസ്. ഇങ്ങനെ എഴുതി പോകുന്ന നമ്പറുകളാണ് നമ്പർ സീക്വൻസസ്. അതായത് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആൻഡ് സോ ഓൺ. ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ ഈസ് കാൾഡ് നമ്പർ സീക്വൻസ്. ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് ഇങ്ങനെ ക്രമമായിട്ട് എഴുതി പോകുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് സംഖ്യാശ്രേണികൾ, നമ്പർ സീക്വൻസസ്. ഇങ്ങനെ കൂട്ടത്തോടെ എഴുതുന്ന നമ്പറുകൾ. ഓക്കെ, സംഖ്യാശ്രേണികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് പഠിക്കാം. സമാന്തര ശ്രേണികൾ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ആദ്യം ഒന്ന് നോക്കിയാൽ സമാന്തര ശ്രേണികൾ. അന്തര ശ്രേണികൾ, ഈ 3 വാക്കുകളായിട്ട് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി പഠിക്കാം. സമം എന്താണ്? ഈക്വൽ, തുല്യമായത്. അന്തരം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്നാണ്, വ്യത്യാസം. അടുത്തത് ശ്രേണി, ഇപ്പോൾ പഠിച്ചു സീക്വൻസ്. അപ്പോൾ അന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ, ഡിഫറൻസ്, സീക്വൻസ്. അതെ, സീക്വൻസുകൾക്കിടയിലുള്ള ആ നമ്പറുകളുണ്ടല്ലോ, സീക്വൻസിൽ വരുന്ന നമ്പറുകളുടെ വ്യത്യാസം സെയിം ആണെങ്കിൽ, അവയ്ക്കിടയിലെ വ്യത്യാസം തുല്യമാണെങ്കിൽ നമ്മളതിനെ സമാന്തര ശ്രേണികളെന്ന് പറയും. ഫസ്റ്റ് പറഞ്ഞ നാച്ചുറൽ നമ്പർ നോക്കി 1, 2, 3, 4, 5 അങ്ങനെ പോകുന്നു. അതിലെ 1നോട് എത്ര കൂട്ടിയാലാണ് രണ്ടാമത്തെ സംഖ്യയായ 2 കിട്ടുന്നത്? 1 കൂട്ടിയാലാണ്, നമുക്കറിയാം. ഇനി 2നോട് 1 കൂട്ടിയാൽ 3 കിട്ടും. 3നോട് 1 കൂട്ടിയാൽ 4 കിട്ടും. ഇവിടുത്തെ ഡിഫറൻസ് സെയിം അല്ലേ? 1 + 1 2, 2 + 1 3. അപ്പോൾ 1 വെച്ച് കൂടി പോവുകയാണ്. രണ്ടാമത്തെ ഈവൻ നമ്പേഴ്സ് നോക്കിയേ. 2, അതിനോട് 2 കൂട്ടി 4 ആയി. 4നോട് 2 കൂട്ടി 6 ആയി. അത് വീണ്ടും 2 വീതം കൂടി പോകുന്നു. ഓഡ് നമ്പേഴ്സിൻ്റെ നോക്കിയാലും ഇതേപോലെ തന്നെ 2 വെച്ച് കൂടി പോകുന്നു. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം അര 1/2, പിന്നീട് 1 വന്നു, പിന്നീട് 1 and 1/2 1/2. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് അരയാണ്. അര വെച്ച് കൂടി പോവുകയാണ്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നോക്കി 1നോട് 3 കൂട്ടിയാലാണ് നമുക്ക് 4 കിട്ടുന്നത്. 4നോട് 5 കൂട്ടിയാലാണ് 9 കിട്ടുന്നത്.
9നോട് 7 കൂട്ടിയാലാണ് 16 കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് സെയിം അല്ല. ഫസ്റ്റ് 3, പിന്നെ 5, പിന്നെ 7 അങ്ങനെ വന്നിരിക്കുകയാണ്. ഡിഫറൻസ് സെയിം അല്ല. ഡിഫറൻസ് സെയിം അല്ലാത്തത് കൊണ്ട് തന്നെ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ സെയിം ഡിഫറൻസ് ആണെങ്കിൽ നമ്പേഴ്സിനിടയിലുള്ള സീക്വൻസിലെ നമ്പേഴ്സിനിടയിലുള്ള വ്യത്യാസം സെയിം ആണെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. സെയിം അല്ലെങ്കിൽ നോർമൽ നമ്പർ സീക്വൻസ് ആയിരിക്കും. വേറെ എന്തെങ്കിലും റൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ, അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അരിത്മെറ്റിക് സീക്വൻസിലെ നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് ടേംസ് എന്നാണ്. ഓരോ നമ്പറിൻ്റെയും ഓരോ ടേം, അതായത് ആദ്യം വരുന്ന നമ്പർ ഫസ്റ്റ് ടേം, അടുത്തതായിട്ട് എഴുതുന്ന നമ്പർ സെക്കൻഡ് ടേം, അടുത്തത് തേർഡ് ടേം, അങ്ങനെ പൊസിഷൻ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ടേം കൂടെ ചേർത്ത് പറയാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പോളിഗൺസ് എന്താണെന്നറിയാലോ. 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ പറയുന്ന പേരാണ് പോളിഗൺസ്. 3 സൈഡുള്ളെങ്കിൽ ട്രയാങ്കിൾ, 4 സൈഡ് ഉണ്ടെങ്കിൽ സ്ക്വയർ എന്നോ റെക്ടാങ്കിൾ എന്നോ പറയരുത്. 4 സൈഡുള്ള രൂപങ്ങളെ നമ്മൾ പറയുന്ന പേര് ക്വാഡ്രിലാറ്ററൽ എന്നാണ്. 5 സൈഡുള്ളത് പെൻറ്റഗൺ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണ്? 8ാം ക്ലാസ്സിൽ പഠിച്ചത്. അത് 180 ഡിഗ്രി. അടുത്ത ക്വാഡ്രിലാറ്ററലിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മ് 360. പെൻറ്റഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 540. ഇങ്ങനെ സൈഡ് കൂടുന്നതിനനുസരിച്ച് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 180 വീതം കൂടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് 180 തുടങ്ങിയിട്ട് വീണ്ടും 180 വീതം കൂടി പോവുകയാണ് പോളിഗൺസിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ്. അപ്പോൾ ഈ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് പോളിഗൺസ് എന്ന് പറയുന്ന ആ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? ഡിഫറൻസ് സെയിം ആണല്ലോ, ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ. തൊട്ടടുത്ത നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്. സെയിം ആണെങ്കിൽ എന്തായിരിക്കും? അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്? അതിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ നോക്കി. എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കാൾഡ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടി കിട്ടുന്ന സംഖ്യാശ്രേണിയെ പറയുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണല്ലോ. നോക്കാം. ഇതിലെ ഓരോ നമ്പറിനെയും നമുക്ക് ടേംസ് എന്ന് പറയാം, പദങ്ങൾ എന്ന് പറയാം മലയാളത്തിൽ. ഇനി രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറയും. പൊതു വ്യത്യാസം എന്ന് മലയാളത്തിൽ പറയും. നമുക്കതിന് ഇംഗ്ലീഷ് ലെറ്ററായ D കൊണ്ട് സൂചിപ്പിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ 2, 4, 6 അവയ്ക്കിടയിലുള്ള ഡിഫറൻസ് എത്ര? 2ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 4ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം തമ്മിലൊരു പൊതു വ്യത്യാസമുണ്ട്. ഈ പൊതു വ്യത്യാസമാണ് D എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്ന കോമൺ ഡിഫറൻസ്. ഓക്കെ, സിമ്പിളാണേ, പഠിച്ചോളാം. ഇനി ടേംസിൽ ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം, അടുത്തത് സെക്കൻഡ് ടേം, അടുത്തത് തേർഡ് ടേം, അങ്ങനെ പോകും. ഈ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ സീക്വൻസിലുള്ള എത്രാമത്തെ നമ്പർ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10, 20, 30 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസിലെ 21ാമത്തെ ടേം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ആദ്യം ഒരു കാര്യം ചെയ്യുക. 1ാമത്തെ ടേം ഇവിടെ ഏതാ? 10. അതാദ്യം കണ്ടുപിടിക്കുക. F വെച്ച് നമുക്ക് സൂചിപ്പിക്കാം ഫസ്റ്റ് ടേമിനെ 10. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് D ആണ്. D എന്താണ്? കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. ഇവിടുത്തെ D എത്രയാണെന്ന് എങ്ങനെ അറിയുന്നത്? തൊട്ടടുത്ത നമ്പറുകളുടെ വ്യത്യാസം നോക്കിയാൽ പോരെ. അതായത് 10ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം 10, 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ്, 10 ആണ്. അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ആയിരിക്കുമല്ലോ, ഡിഫറൻസ് കോമൺ ആയിരിക്കും, സെയിം ആയിരിക്കും. ഒരു സംഖ്യ എടുത്തിട്ട് അതിന് തൊട്ട് മുമ്പുള്ള സംഖ്യ കുറച്ചാൽ മതി, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. സിമ്പിൾ. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 10 ആണ്. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ഇതിൽ രണ്ടാമത്തെ ടൈം എത്രയാണ്? 20. ആ 20 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമിനോട് എത്ര കൂട്ടിയാലും 20 കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് ആയ 10 കൂട്ടിയാൽ 20 കിട്ടും. ഇനി മൂന്നാമത്തെ ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമായ 20നോട് കോമൺ ഡിഫറൻസ് ആയ 10 കൂട്ടിയാൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമായ 10നോട് എത്ര കൂട്ടിയാലാണ് തേർഡ് ടൈം കിട്ടുന്നത്? ആലോചിച്ചേ. ഫസ്റ്റ് ടൈമായ 10നോട് എത്ര കൂട്ടിയാലാണ് തേർഡ് ടൈമായ 30 കിട്ടുന്നത്? 20 കൂട്ടിയാലല്ലേ? അതായത് 2 10 കൂട്ടണം. കാരണം ഫസ്റ്റ് ടൈമിൽ നിന്ന് 2 പൊസിഷൻ ഇപ്പുറത്തല്ലേ മൂന്നാമത്തെ ടൈം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കോമൺ ഡിഫറൻസ് കൂട്ടണം. അതായത് കോമൺ ഡിഫറൻസ് 10 ആണെങ്കിൽ അതിൻ്റെ 2 ടൈംസ് ആയ 20 കൂട്ടുക. 10 + 20 30. അപ്പോൾ നമുക്ക് നാലാമത്തെ ടൈം വേണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? നോക്കിയാൽ 3 കോമൺ ഡിഫറൻസ് കൂട്ടണ്ടേ.
ഫസ്റ്റ് ടേം പ്ലസ് 3 കോമൺ ഡിഫറൻസ് 3 ഇൻറ്റു ഡി. അപ്പോൾ നമുക്ക് 10 + 3 × 10, അതായത് 10 + 30 41 കിട്ടും. അഞ്ചാമത്തെ ആണെങ്കിൽ എഫ് പ്ലസ് 4d, അതായത് എത്രാമത്തെ ടേമാണ് നമുക്ക് വേണ്ടത് അതിൽ നിന്ന് ഒന്ന് കുറച്ച നമ്പർ കൊണ്ട് കോമൺ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് ടേമിനോട് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്രാമത്തെ ടൈമാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും അരിത്മെറ്റിക് സീക്വൻസിൽ. അതായത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്, എഫ് പ്ലസ് n - 1 × d. nth ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതായത് 10ാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എഫ് പ്ലസ് 10 - 1 × d, അതായത് 9d. 10ാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 9 കോമൺ ഡിഫറൻസ് എഫിനോട് കൂട്ടുക. ഇനി 20ാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? എഫിനോട് 19 കോമൺ ഡിഫറൻസ് കൂട്ടുക. എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അതിൽ നിന്നും ഒന്ന് കുറച്ച് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി, നമുക്ക് ആ ടൈം കിട്ടും. സിമ്പിളാണ്. ഇക്വേഷൻ ഒന്നുകൂടി പറയാം. nth ടൈം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് എഫ് പ്ലസ് n - 1 × d. n എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, ആ നമ്പറാണ് n. ഇപ്പോൾ 10ാമത്തെ ടൈമാണെങ്കിൽ n എന്ന് പറയുന്നത് 10 ആണ്. 20ാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n എന്ന് പറയുന്നത് 20 ആണ്. ഇത്രയേ ഉള്ളൂ. സ്കൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഇക്വേഷനൊക്കെ ആയിരിക്കും തരുന്നത്, പക്ഷേ ഈ ഇക്വേഷനാണ് നിങ്ങൾക്ക് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഇക്വേഷൻ. ഓക്കെ, അതുകൊണ്ട് ഇത് തന്നെ പഠിച്ച് നോക്കുക. സിമ്പിളാണ് ചാപ്റ്റർ. ഇതുപോലെയൊക്കെ അങ്ങ് പോകും. ഇടയ്ക്ക് ചില കുരുക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഇത്രയും മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് പോവുക, പറയണ്ടല്ലോ, പ്രത്യേകിച്ച് അറിയാമല്ലോ അല്ലേ. അടുത്ത ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും, ലാഗൊന്നുമില്ല. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകളുണ്ടാവും. നിങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ മറ്റ് ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടും. ഓക്കെ, 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സിലുമുള്ള കുട്ടികൾക്ക് ഈ ചാനലിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. ഏകദേശം എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടാറ്റ.